ലിപ്സ്റ്റിക്കിൻ്റെ കളർ കുറച്ച് കുറഞ്ഞു പോയി. കുറച്ചുകൂടെ റെഡ് കളറായിരുന്നെങ്കിൽ നല്ലായിരുന്നു. പിങ്ക് എടുക്കായിരുന്നു. നാളെ ആവാം. അമ്മേ ചായ. ഞാനിവിടെ എത്ര നേരമായി പട്ടുസാരി എടുത്ത് മേക്കപ്പ് ഇട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് നിനക്കറിയോ? 60 സെക്കൻഡായി. ഇത്രയും നേരമായിട്ട് കെട്ടിലമ്മയ്ക്ക് ഇങ്ങോട്ട് ചായയുമായിട്ട് എഴുന്നള്ളാറായില്ലേ? അമ്മേ അടുക്കളയിൽ ഒത്തിരി ജോലിയുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഓരോ മുട്ടിന്യായങ്ങളുണ്ടാവും എല്ലാ ദിവസവും. ചായ തരൂ. എന്തത്? നിനക്ക് ഇത്രയും നാളായിട്ട് ഒരു ചായ ഉണ്ടാക്കാൻ പോലും അറിയില്ലേ? മച്ചിങ്ങത്തറവാട്ടിൽ കിഴങ്ങേശ്വരിയുടെ മരുമകൾക്ക് കുറച്ചും കൂടെ ഉത്തരവാദിത്വവും കൃത്യനിഷ്ഠയൊക്കെ ആവാം. ഇതൊരു മാതിരി എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നല്ല ചായ ഉണ്ടാക്കിയിട്ട് എൻ്റെ മുന്നിൽ വരാൻ പാടുള്ളൂ. മച്ചിങ്ങത്തറവാട്ടിൽ കിഴങ്ങേശ്വരി നിനക്കറിയില്ല. നാളെ മുതൽ കൃത്യനിഷ്ഠയിൽ ഈ ഓരോ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിനെ, വീട്ടിൽ നിന്ന് മാത്രമല്ല എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്നും. എൻ്റെ ദൈവമേ, സമയം 9 മണി കഴിഞ്ഞു. എൻ്റെ ദൈവമേ, ഒരു മരുമോൾ എഴുന്നേറ്റ് തന്നെ സമയം നോക്കി. ഇവിടെ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. ഇതിലൊക്കെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിട്ട അമ്മയും അപ്പനെയും പറഞ്ഞാൽ മതി. 9 മണിക്കാണ് കയറി വരുന്നത്. ഞാൻ പിന്നെ ഒന്നും പറയാൻ പോണില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ വഴക്കായി, അമ്മായിമ്മ പോരായി. അതുകൊണ്ടൊന്നും കണ്ടുന്നില്ല. അതുകൊണ്ട് ഇവിടെ എല്ലാം നടക്കുമല്ലോ. അമ്മ മോളെ എഴുന്നേറ്റോ? അമ്മ സോറി കേട്ടോ, ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അയ്യോ, അതിനിപ്പോൾ എന്താ മോളെ, സാരമില്ല. ഞാനിപ്പോൾ മോള് വരണതിന് മുന്നേ ഞാൻ തന്നെയല്ലേ ഇവിടുത്തെ ഒറ്റയ്ക്ക് എല്ലാ പണിയും ചെയ്തുകൊണ്ടിരുന്നേ. അതൊന്നും സാരില്ല, ഞാൻ പണിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഇത്തിരി എന്തെങ്കിലും ഒരു കറി ഒക്കെ, മീൻ എന്തെങ്കിലും മേടിച്ച് ഇച്ചിരി എന്തെങ്കിലും കറി എന്തെങ്കിലും വെച്ചാൽ മതി. അത് മാത്രമേ ഉള്ളൂ. വേറെ പണിയെല്ലാം മോളെ കഴിഞ്ഞു. മോളെ സോറി, ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേക്കണമെന്ന് വിചാരിച്ചു. അയ്യോ, അത് സാരില്ല മോളെ, സാരില്ല. അത് കുഴപ്പമില്ല. പക്ഷെ നാളെ തൊട്ടെങ്കിലും മോളൊന്ന് നേരത്തെ എണീക്കാൻ നോക്കണേ. എനിക്ക് കുഴപ്പമുണ്ടായിട്ടൊന്നുമില്ല. ഞാൻ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തേക്ക് ആരെങ്കിലും നോക്കണ്ടോ? അതൊക്കെ മെല്ലെ എഴുന്നേറ്റാൽ മതി. സ്വന്തം വീട് പോലെ കാണാമല്ലോ ഇവിടെ. അതൊന്നുമല്ല, ഈ അയൽവക്കക്കാരൊക്കെ മരുമോൾ എവിടെ എഴുന്നേറ്റില്ലേന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉറങ്ങാതൊന്നും പറയാറില്ല കേട്ടോ അമ്മ. ഞാൻ മോളിലുണ്ട്, അവൾ എഴുന്നേറ്റുണ്ടെന്ന് പറയുള്ളൂ. പക്ഷേ ആൾക്കാർക്ക് ഒരു ഇത് വേണ്ടേ. മോൾ നാളെ തൊട്ട് നേരത്തെ എഴുന്നേറ്റാൽ മതി. എന്തെങ്കിലുമൊക്കെ എൻ്റെ അവിടെ പണിക്ക് സഹായിച്ചാൽ മതി. ഞാൻ നാളെ തൊട്ട് നേരത്തെ എണീക്കാട്ടോ. എഴുന്നേക്ക്. 6 മാസം കഴിഞ്ഞാൽ നാളെ നേരത്തെ എഴുന്നേക്കാന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട്. അമ്മ ഞാൻ ഒന്ന് പല്ല് കേൾക്കട്ടെ. പല്ലേക്ക് അമ്മ ചായ ചൂടാക്കി വെക്കാവേ. ശരി. എൻ്റെ ഒരു വിധി. ബാക്ക് ലേറ്റർ. ഓക്കെ മിനിസ്റ്റർ. ഓരോ മന്ത്രിമാർ വിളിച്ചോളും. കിഴങ്ങേട്ടാ, എവിടെ പോയി കിടക്കണം? എവിടെയെങ്കിലും വായി പിടിച്ച് തലയും ചോർന്ന് നിൽക്കുന്നുണ്ടാവും. ഒരു പണിക്കും പോവില്ല, ഒന്നിനും പോവില്ല. നിങ്ങളിത് എവിടെ പോയി കിടക്കണം? ചെടിക്ക് വെള്ളം നനയ്ക്കുന്നു. എന്നെ ചെരുപ്പെടുത്ത് വരൂ. 40 ലക്ഷം രൂപ ചെരുപ്പെടുത്ത് വരൂ. എൻ്റെ മൂത്ത മകൻ മണവടാന്നിലല്ലേ കടന്നു വരുന്നത്? ഇതിനോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സ്റ്റെയർ കേസ് കയറുമ്പോൾ പിടിച്ച് കയറണമെന്ന്? വെറുതെ കേൾക്കില്ല. മണവടാഞ്ച, അമ്മ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മോനെ സ്റ്റെയർ കേസ് കയറുമ്പോൾ പിടിച്ച് കയറണമെന്ന്? എനിക്ക് ഒട്ടും ശ്രദ്ധയില്ല കേട്ടോ. അമ്മ എല്ലാ കാര്യങ്ങൾക്കും പുറകെ കിടക്കാൻ പറ്റുമോ? ഇല്ല, കുറച്ചുകൂടി ശ്രദ്ധ വേണം നിനക്ക്. കല്യാണം കഴിഞ്ഞ പിന്നെ ഭാര്യയുടെ കാര്യത്തിൽ മാത്രമല്ലേ ശ്രദ്ധയുള്ളൂ. അമ്മയും വേണ്ട, കുടുംബം വേണ്ട, തറവാടും വേണ്ട, ബിസിനസ്സും വേണ്ട. ഭാര്യ ഭാര്യ ഭാര്യ. നിർത്ത്. നിനക്ക് ഓഫീസിൽ പോകേണ്ട സമയമായില്ലേ? നീ ഭക്ഷണം കഴിച്ചോ? പോയി കഴിക്കേ. കിഴങ്ങേട്ട, എന്റെ ചെരുപ്പ് ഇതുവരെ കിട്ടിയില്ലേ? നീ ഇപ്പൊ ഇറങ്ങുന്നേ ഉള്ളൂ. എടാ 9:30 മണിയായി. നീ എന്നെ ഈ കിടന്ന് കാണിക്കുന്നത്? എന്നെ ഈ കിടന്ന് എഴഞ്ഞാണോ റെഡി ആവുന്നേ? നിനക്ക് ഓഫീസിൽ പോകണ്ടല്ലേ? വല്ല ട്രാഫിക് വല്ലതാണ്. നീ ഏത് കാലത്ത് ഓഫീസിൽ എത്താനാ? കുറച്ച് നേരത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കി കൂടെ. അത് കുളിച്ച് റെഡിയായി ഭക്ഷണം കഴിച്ച് ഇനി ഭക്ഷണം കഴിക്കാനും നേരമില്ല. അവൻ വേഗം അങ്ങോട്ട് ഇറങ്ങി പോവാണ്. നിനക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ. രാവിലെ തന്നെ അമ്മൊന്നും മിണ്ടാതെ എനിക്ക് എപ്പോ ഓഫീസിൽ പോകണമെന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം. ഞാൻ അത്ര കൊച്ചു കുട്ടിയൊന്നുമില്ല. ഇതിനെ കിടന്ന് പുറകെ കിടന്നിട്ട് മതിയടാ, മതി. മനസ്സിലാവുണ്ട്. വന്നു കയറിയ പെണ്ണിന്റെ കോണം എന്തായാലും നീ കാണിച്ചു തുടങ്ങി. കല്യാണത്തിന് മുന്നേ എൻ്റെ സാരിത്തുമ്പേന്ന് മാറത്തില്ലായിരുന്നു ചെറുക്കൻ. ഖമാന്നൊരക്ഷരം നീ എന്നെ എതിർത്ത് വർത്തമാനം പറയില്ലായിരുന്നു. നിനക്കൊക്കെ വേണ്ടി ഇത്രയും കാലം ചോര നീരാക്കി എന്നെയൊക്കെ പറഞ്ഞാൽ മതിയടാ, പറഞ്ഞാൽ മതി. വന്നു കയറിയ പെണ്ണിൻ്റെ എന്തായാലും കോണം നീ കാണിക്കുന്നുണ്ട്. അവളുടെ തലയാണ മന്ത്രം ആയിരിക്കില്ല ഇത്. എനിക്ക് മനസ്സിലാവുണ്ടടാ, എനിക്ക് മനസ്സിലാവുണ്ട്. നീ എന്നെ എതിർത്ത് വർത്താനം പറയാനൊക്കെ തുടങ്ങി. എനിക്ക് മനസ്സിലാവുണ്ട്. നീ എന്നോട് സംസാരിക്കുന്ന രീതിയൊക്കെ മാറി തുടങ്ങി. നാളെ ചിലപ്പോൾ നീ എന്നെ അനാഥാലയത്തിൽ കൊണ്ടാക്കും അല്ലേ? നിനക്ക് ഭാര്യ മാത്രം മതിയല്ലടാ. എനിക്ക് മനസ്സിലാവുണ്ട്. എനിക്ക് ആരും ദൈവമേ. ഈ മച്ചിങ്ങത്തറവാട്ടിൽ കിഴങ്ങേശ്വരിയുടെ മരുമകളാവാൻ അവൾക്ക് ഒരു അർഹതയില്ല. അവളെൻ്റെ മരുമകളാവേണ്ടതല്ല. അവളെ എങ്ങനെയെങ്കിലും
കൊട്ടേഷൻ കൊടുത്ത് കൊല്ലണം. കോടിക്കണക്കിന് രൂപ ചിലവായാലും പ്രശ്നമില്ല. ഈ മച്ചിങ്ങത്തറവാട്ടിൽ കിഴങ്ങേശ്വരി ആരാണെന്ന് അവൾ അറിയും. അവളെ എങ്ങനെയെങ്കിലും എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് വേണം എൻ്റെ സഹോദരൻ്റെ മകളെ കൊണ്ട് അവനെ വിവാഹം കഴിപ്പിക്കാൻ. എന്നാൽ ഈ മച്ചിങ്ങത്തറവാട്ടിൽ കിഴങ്ങേശ്വരിക്ക് സമാധാനമുള്ളൂ. അവൾ എങ്ങനെ കൊല്ലാം? കൊട്ടേഷൻ കൊടുത്ത് കൊല്ലണം? അതോ ഭക്ഷണത്തിൽ വിഷം കൊടുത്ത് കൊല്ലാനോ? അത് വേണ്ട, അത് ഓൾഡ് ഫാഷൻ. അത് വേണ്ട. ഇങ്ങനെ കൊല്ലും ഞാൻ അവളെ. സ്റ്റെപ്പിൽ എണ്ണ ഒഴിച്ചിട്ട് തലയിടിച്ച് വീണം. അത് വേണ്ട. അവൾ മരിച്ചില്ലേ പിന്നെ ഞാൻ അവളുടെ ചിലവ് കൂടെ നോക്കേണ്ടി വരും. നടക്കില്ല. അവളെ എങ്ങനെയും കൊല്ലണം. ഇന്ന് അവളോട് വഴക്കുണ്ടാക്കണ്ടായിരുന്നു. വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചോദിക്കുക പറയുകയും ചെയ്യാണ്ട് ഇന്ന് ഞാൻ വഴക്കുണ്ടാക്കാൻ പോയി. തന്നെ മരുമോളെ വെറുപ്പിച്ച് കഴിഞ്ഞു. കാരണം ഒന്നാമത് അവൾക്ക് എൻ്റെ കണ്ണിനേരെ കണ്ടുകൂടാ. എന്ത് ചെയ്തു പോയിട്ട് കാര്യമില്ല. എൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അവൻ കെട്ടിയാൽ പിന്നെ പെണ്ണാലിയാണ് മണോണാഞ്ചൻ. അവൻ എന്നെ ഇപ്പോൾ വേണ്ട. ഇതൊക്കെ സോപ്പിട്ട് നിന്നാൽ മാത്രമേ എനിക്ക് ഇവിടെ കഴിയുള്ളൂ. ഒന്നുമില്ലെങ്കിൽ അവളെ തല്ലി കൊല്ലുന്നു. അവനെ ഇപ്പോൾ പോയി കഴിഞ്ഞു. ഞാനെന്നെ ഒന്നും മിണ്ടാണ്ട് പറയാണ്ട് പോയിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടും കൂടി മോനും മരുമോളും കൂടി എന്നെ വല്ല അനാഥാലത്തിന് വല്ല കൊണ്ടാക്കിയല്ലോ. ഞാൻ എങ്ങനെ സീരിയൽ കാണും? തീർന്നു, എല്ലാം തീർന്നു. അധികം പിന്നെ ചത്തുവിൻ്റെ മോളിൽ കയറിയല്ലോ. അങ്ങനെ രക്ഷപ്പെട്ടു. നമ്മളെ പോയവർക്കൊന്നും അറിയണ്ടല്ലോ ഇവിടെ നമ്മുടെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊന്നും അറിയില്ല. ഉച്ചയ്ക്ക് മീൻകറി വല്ലതും വെച്ചാലോ? എന്താ മറ്റേ സീരിയലിന് എന്താവാമോ? എൻ്റെ അമ്മായിമ്മ മരുമോളെ കൊല്ലുമോ? ചിലപ്പോൾ കൊല്ലും പറഞ്ഞ് 4 ദിവസം നെറ്റ് കൊണ്ട് പോകും. എൻ്റെ 44 കോടി രൂപ വിലയുള്ള മൂക്കുത്തി കാണുന്നില്ല. അയ്യോ എവിടെ പോയി? അവൾ തന്നെയാണ് എടുത്തത്. എൻ്റെ മൂത്ത മരുമകൾ അവൾ തന്നെയാണ് എടുത്തത്. അമ്മേ എന്തു പറ്റി? എന്താ? എൻ്റെ 44 കോടി രൂപ വിലയുള്ള മൂക്കുത്തി എടുത്തല്ലേ? അയ്യോ അമ്മ, ഞാൻ എടുത്തിട്ടില്ല അമ്മേ. സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല അമ്മ. എനിക്കറിയില്ല. ഇനി നീ നുണ പറഞ്ഞ് രക്ഷപ്പെടണ്ട. ഈ മച്ചിങ്ങത്തറവാട്ടിൻ്റെ അന്തസ്സിന് ആഭിജാത്യത്തിന് ചേരാത്തൊരു കുടുംബത്തിൻ്റെ ബന്ധം എടുത്തപ്പോഴേ ഞാൻ മനസ്സിലാക്കിയിട്ടിരുന്നു ഇതൊക്കെ സംഭവിക്കുന്നു. എൻ്റെ 44 കോടി രൂപ വിലയുള്ള മൂക്കുത്തിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നീ തന്നെയാണ് എടുത്തത്. മണകുടാഞ്ചാ, കിഴങ്ങേട്ടാ, ഇവിടെ വരൂ. ഇന്ന് നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. അമ്മേ എന്നാലും ഇത് എവിടെ പോയി? എത്ര നേരമായി നോക്കാൻ കിട്ടുന്നേ? ഞാൻ സ്ഥിരം വെക്കുന്ന സ്ഥലത്ത് തന്നെയാണല്ലോ വെച്ചത്. പക്ഷെ എന്നാലും ഇത് എവിടെ? എൻ്റെ പൊന്നു മോളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കുറേ നേരമായിട്ട് ഒരു സാധനം തപ്പിക്കൊണ്ടിരിക്കുവാന്നേ. കാണാനില്ല. സ്ഥിരം വെക്കുന്ന സ്ഥലത്ത് തന്നെയാണ് വെച്ചത്. പക്ഷെ അത് കാണാനില്ല. അവിടെ നിന്ന് ആരോ എടുത്ത് മാറ്റി വെച്ചേക്കുക. കാണാനിട്ട് ഒരു സമാധാനം ഞാൻ ചെയ്യാറേ. എവിടെയാണോ ഇരിക്കുന്നത്? അമ്മ കാര്യം എന്താന്ന് വെച്ചാൽ പറ. ആരായിരിക്കും മാറ്റി വെച്ചിട്ടാവുക? ആരെങ്കിലും മാറ്റി വെച്ചാൽ അത് പറഞ്ഞുകൂടെ? വേറൊന്നുമില്ല മോളെ. എൻ്റെ ഒരു 500. അമ്മയുടെ 500 രൂപ ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് അത്രയും ഗതികേടൊന്നുമില്ല. പറഞ്ഞു വേണ്ട രീതി കേട്ടതൊന്നും ഞാൻ എടുത്ത് മാറ്റി വെച്ച പോലെ. എന്റെ വീട്ടിലെ ആവശ്യത്തിന് ഉള്ള വീട് തന്നെയാ. ഞാനേ പൈസ കണ്ട് വളർന്നു തന്നെയാ. അമ്മയുടെ 500 രൂപ എടുത്ത് മാറ്റി വെച്ചിട്ട് ചേട്ടൻ വരട്ടെ. ഞാൻ അല്ല മോളെ, അയ്യോ 500 ഗ്രാം മല്ലിപ്പൊടി കാണാനില്ലെന്ന് ഞാൻ പറഞ്ഞോണ്ടിരിക്കണേ. മോളല്ലേ എൻ്റെ ദൈവമേ, ഒരു 500 ഗ്രാം മല്ലിപ്പൊടിയുടെ കാര്യം പറഞ്ഞു വന്നത്. അത് പറഞ്ഞു കേൾക്കണമെങ്കിൽ പിന്നെ അങ്ങ് ഉറഞ്ഞുള്ളി എവിടേക്ക് കയറി പോണേ? ദൈവം എനിക്ക് മേലെ എന്തേക്കുള്ള വഴക്കായി. ഞാൻ വരുമ്പോൾ ഞാൻ എന്നാ പറയും? ദൈവമേ മോളെ ഞാൻ അതല്ല പറഞ്ഞേ. മോളെ നീ ഇങ്ങോട്ടൊന്ന് വന്ന് ഞാൻ 500 ഗ്രാം മല്ലിപ്പൊടി കാണാനില്ലാന്ന് പറഞ്ഞേ. ആ പാക്കറ്റ് കാണാനില്ലാത്ത കാര്യം പറഞ്ഞേ. മോനോട് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു കണ്ടപ്പോ വേഗം വിഷയം മാറ്റുന്നത്. ഇന്ന് ചേട്ടൻ വരട്ടെ. ഞാൻ 2-ലൊന്നും അറിഞ്ഞിട്ടുള്ളൂ എന്തായാലും. കാണിച്ചു തരും ഞാൻ ഇങ്ങോട്ടേക്കുള്ള വഴക്കിനുള്ളതായി. Amal Dumal.